السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. മങ്കൂസ് മൗലിദിൻ്റെ രണ്ടാമത്തെ ഹിക്കായത്തിൻ്റെ അവസാന ഭാഗമാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സുമ്മ ലമ്മാ ജാഅ വഖ്തുൽ വിലാദ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രസവത്തിൻ്റെ സമയം അടുത്തു വന്നപ്പോൾ വഖറജ മൻഷൂർ സആദ, വിജയത്തിൻ്റെ വിപ്ലവങ്ങൾ പുറപ്പെടാൻ തുടങ്ങി. വജദ്ദ ബി ആമിന റളിയല്ലാഹു അൻഹ അംറുൽ വിലാദ, ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രസവത്തിൻ്റെ കാര്യം അനുഭവപ്പെട്ടു. വഹാന ബുറൂസി ശംസി സആദ, വിജയത്തിൻ്റെ സൂര്യൻ വെളിവാകാൻ തുടങ്ങി. തല അല അൽ ഹഖ് നൂറൻ അദാ, സത്യം പ്രകാശത്താൽ വെട്ടിത്തിളങ്ങി. വനുശിറത്തു ലഹു ഫിൽ കൗനി അഅലാമുദ്ദില, വനുശിറത്തു ലഹു, ആ പ്രകാശത്തിന് വേണ്ടി നാട്ടപ്പെട്ടു. ഫിൽ കൗനി, ലോകത്ത്, അഅലാമുദ്ദില, തൃപ്തിയുടെ അടയാളങ്ങൾ അല്ലെങ്കിൽ പതാകകൾ നാട്ടപ്പെട്ടു. മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് തന്നെ പറയുന്നുണ്ട്, ഫലമ്മാ കാനത്ത് ലൈലത്തു വിലാദത്തിഹി, മകനെ പ്രസവിക്കുന്ന ആ രാത്രി, റഅയ്തു ജമാഅത്തൻ, ഒരു സംഘം ആളുകളെ കണ്ടു. ഖദ് നസലൂ മിനസ് സമാഇ, അവർ ആകാശത്തിൽ നിന്നും ഇറങ്ങി. ആ ആകാശത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ആളുകളോട് കൂടെ വമഅഹും സലാസത്തു അലാം, 3 പതാകകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഫറഖസു അലമൻ അലാ ളുഹ്രിൽ കഅബ, ഒരു പതാക അവർ കഅബത്തിൻ്റെ മുകളിൽ നാട്ടി. മറ്റൊന്ന് വ അലമൻ അലാ സത്ഹി ദാരി, എൻ്റെ വീടിൻ്റെ മുകളിലും നാട്ടി. മറ്റൊന്ന് വ അലമൻ അലാ ബൈത്തുൽ മുഖദ്ദസ്, മൂന്നാമത്തത് ബൈത്തുൽ മുഖദ്ദസിൻ്റെ മുകളിലും നാട്ടി. ഇങ്ങനെ 3 പതാകകൾ നാട്ടി. അതാണ് അവിടുന്ന് പറയുന്നു വനുശിറത്തു ലഹു ഫിൽ കൗനി അഅലാമുർ റിളാ. അങ്ങനെ വ ഇദാ അസ്സമയത്ത് ബിതാഇരിൻ അബിയദ്, വെളുത്ത ഒരു പക്ഷി, ഖസ്സഖത മിനൽ ഹവാ, അന്തരീക്ഷത്തിൽ നിന്ന് വീണു. എന്നിട്ട് ഫമറ ബിജനാഹിഹി അലാ ബത്നി ആമിനത റളിയല്ലാഹു അൻഹാ മുസ്രിഅ, ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വയറ്റിൻ്റെ ആ ഭാഗത്തിലൂടെ പെട്ടെന്ന് 2 ചിറകുമായി പറന്നുപോയി, തൊട്ടില എന്ന രൂപത്തിൽ. അങ്ങനെ ആയപ്പോൾ ഫളറബഹൽ മഖാലു ലൈലത്തൽ ഇസ്നൈൻ അസ്സാനി അശ്റ മിൻ ശഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച രാത്രി മഹദിക്ക് പ്രസവവേദന അനുഭവപ്പെടുകയാണ്. ഇവിടെ പ്രസവവേദന എന്ന് പറയുമ്പോൾ സാധാരണ സഹോദരിമാർക്കുണ്ടാകുന്ന രൂപത്തിലുള്ള പ്രസവവേദനയല്ല. അതേസമയത്ത് വയറ്റിലുള്ള ആ കുഞ്ഞിൻ്റെ അനക്കം അനുഭവപ്പെട്ടു, അത് മനസ്സിലായി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വലദത്ത്, ബീവി പ്രസവിച്ചു. സബീഹത്തഹ, ആ ദിവസം പ്രഭാതത്തോടടുത്ത, സുബഹിയോടടുത്ത സമയം. നബിയ സഖലൈൻ, സഖലൈൻ എന്ന് പറഞ്ഞാൽ 2 വിഭാഗം, ജിന്ന് അതുപോലെ തന്നെ ഇൻസ്, മനുഷ്യഭൂത വർഗം, അവരുടെ എല്ലാവരുടെയും നബിയായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ജന്മം കൊടുത്തു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അവിടുത്തെ ആലു അസ്ഹാബിൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെ സലാത്തുണ്ടാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇതോടുകൂടെ രണ്ടാമത്തെ ഹിക്കായത്ത് പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് രണ്ടാമത്തെ ബൈത്ത് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.